മറ്റൊന്ന് ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇറാനെ വളഞ്ഞു നിൽക്കുന്ന US യുദ്ധക്കപ്പലുകളും സേനാവ്യൂഹവും അവിടെ തന്നെ തുടരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നാലെ ഹോർമുസിലെ ബോംബ് ഗണിയാണ് ഇപ്പോൾ ഇറാൻ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഹോർമുസിൽ സംയുക്ത സേനയുടെ അകമ്പടിയോടെ കപ്പൽ ഗതാഗതം സാധ്യമാക്കാനുള്ള ആലോചന ബ്രിട്ടന്റെ നേതൃത്വത്തിൽ നടക്കുന്നതിനിടയിലാണ് പാശ്ചാത്യ ശക്തികളെ സമ്മർദ്ദത്തിലാക്കി ഹോർമുസിലെ യുദ്ധകാലത്തെ സാഹചര്യത്തെക്കുറിച്ച് ഇറാൻ ഓർമ്മിപ്പിക്കുന്നത്. അവിടെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, അവരുടെ പ്രധാനപ്പെട്ട സേനാ വിഭാഗം ഈ കപ്പലുകൾ കടത്തിവിടാതിരിക്കാനായി, അവർക്ക് മുന്നറിയിപ്പ് നൽകാനായി, ഇറാന്റെ അനുമതിയില്ലാതെ കപ്പലുകൾ കടന്നാൽ അവയെ നശിപ്പിക്കാനായി ബോംബുകൾ സ്ഥാപിച്ചു എന്നുള്ള വിവരം അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. ഇറാൻ വൻകരയോട് ചേർന്നുള്ള കടൽ മേഖലയിൽ കപ്പലുകൾ സാധാരണ പോകാറുള്ള പാതയിലാണ് ഫെബ്രുവരി 28 ശേഷം, അതായത് യുദ്ധം ആരംഭിച്ച ശേഷം ഇറാൻ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ബോംബുകൾ വെച്ചത്. അതിപ്പോഴും അവിടെ തുടരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇറാൻ. അതെന്തിൻ്റെ സാഹചര്യമാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇത്രയധികം ഭീഷണി ഉണ്ടാക്കുന്ന മറ്റൊരു സംഗതിയുമില്ല. ഇറാൻ അനുമതി നൽകിയാൽ മാത്രമേ ആ മേഖലയിലൂടെ കപ്പലുകൾ കടക്കാൻ സാധിക്കൂ എന്നുള്ള മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഈ ബോംബുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഇറാന്റെ പക്കൽ ഇനിയും ഇത്തരം ആയുധങ്ങൾ നിരവധി അവശേഷിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളെ പേടിപ്പിക്കാൻ, അമേരിക്കയെ പേടിപ്പിക്കാൻ, ഇസ്രായേലിനെ പേടിപ്പിക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അജയ്, ഈ ബോംബുകളെ സംബന്ധിച്ച് നമ്മൾ അന്ന് പറഞ്ഞതാണ്, ആ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അവിടെ തുടരുന്നു എന്ന് പറയുമ്പോൾ ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം ഉടനെ ഒന്നും സുഗമമാകില്ല എന്നുള്ളതിന്റെ സൂചനകൾ കൂടിയാണല്ലോ. ഇപ്പോൾ നിലവിൽ IRGC വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവർ ഹോർമുസ് കടലിടുക്കിനെ പൂർണ്ണമായി അടച്ചിട്ടില്ല, എന്നാൽ മേഖലയിൽ ചില നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നതാണ്. ഇതിപ്പോൾ ഹോർമുസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാന് ആദ്യം തന്നെ ലഭിച്ചിരുന്ന ഒരു ട്രംപ് കാർഡാണ് ഹോർമുസ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ലോകത്തിലുള്ള കപ്പൽ ഗതാഗതത്തിന്റെ വലിയൊരു ഭൂരിപക്ഷവും നടക്കുന്നത് ഇതുവഴിയാണ്. ഗൾഫ് നാടുകളിലേക്കുള്ള ചരക്ക് നീക്കവും അതുപോലെ തന്നെ ഗൾഫ് നാടുകളിൽ നിന്ന് മറ്റ് ലോകരാജ്യങ്ങളിലേക്കുള്ള ഈ എണ്ണയുടെ വിതരണം എല്ലാം പ്രധാനമായിട്ടും നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അപ്പോൾ ഇതിനെ അടച്ചുകൊണ്ടുള്ള ഇറാന്റെ ഒരു നീക്കം അത് തീർച്ചയായിട്ടും അമേരിക്കയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ഇപ്പോൾ അവിടെ ഈ ഫെബ്രുവരി 28 ശേഷം വിന്യസിച്ചിട്ടുള്ള ചില ബോംബുകൾ നമ്മൾ വ്യക്തമായി പറയുകയാണെങ്കിൽ സീ മൈനുകൾ, ഈ കപ്പലുകൾ ഇതുവഴി യാത്ര ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണോ ഒരു ലാൻഡ് മൈൻ പ്രവർത്തിക്കുന്നത് അതുപോലെ ഈ സീ മൈൻ പ്രവർത്തിച്ചുകൊണ്ട് ഈ കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സഹായകരമാകും. അപ്പോൾ ചിലപ്പോൾ ഈ കപ്പലിനെ പൂർണ്ണമായി തകർക്കാൻ കഴിയില്ലായിരിക്കും, എങ്കിലും നല്ല രീതിയിലുള്ള കേടുപാടുകൾ ഈ കപ്പലിന് ഈ സീ മൈനുകൾ കാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സീ മൈനുകൾ ഇപ്പോഴും മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് IRGC നൽകുന്നത്. പ്രത്യേകിച്ച് ട്രംപിന്റെ ഭാഗത്തു നിന്നൊരു പരാമർശമുണ്ടായിരുന്നു. അതായത് US-ന്റെ യുദ്ധക്കപ്പലുകളെ ആണെങ്കിലും സൈനികരെ ആണെങ്കിലും ഉടൻ മേഖലയിൽ നിന്ന് തിരിച്ച് പിൻവലിക്കുന്നില്ല. ഈ ചർച്ചകളിലൂടെ ഒരു സമവായം ഉണ്ടായെങ്കിൽ മാത്രമേ ഇവരെ ഇവിടെ നിന്ന് പിൻവലിക്കൂ എന്നതാണ് ട്രംപിന്റെ ഒരു നിലപാട്. അതിന് പിന്നാലെയാണ് IRGC വീണ്ടും തങ്ങളുടെ സീ മൈനുകളെ പറ്റി ഓർമ്മിപ്പിച്ചത്. ഈ സീ മൈനുകളിൽ പെടാതെ മേഖലയിലൂടെ യാത്ര ചെയ്യാൻ IRGC നിർദ്ദേശിക്കുന്നത് അവരുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവർ നിർദ്ദേശിക്കുന്ന പാതയിലൂടെ മാത്രമേ കപ്പലുകൾ ഗതാഗതം നടത്താവൂ എന്നതാണ്. അവർ പ്രധാനമായിട്ട് പറയുന്നത് ഇറാന്റെ തെക്കൻ ഭാഗത്ത് ഇറാനോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ലറാഖ് ദ്വീപിന്റെ വടക്ക് ഭാഗത്തു കൂടി കടന്ന് പിന്നീട് ഗൾഫ് മേഖലയിലേക്ക് കടക്കണമെന്നതാണ് കപ്പലുകൾക്ക് അവർ നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമെന്ന് പറയുന്നത്. ഇതല്ലെങ്കിൽ സീ മൈനുകളിൽ പെടാൻ സാധ്യതയുണ്ട്, കപ്പലുകൾക്ക് നാശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യണമെന്നതാണ് ഇവർ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം. അപ്പോൾ ഇത് കാരണം തന്നെ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം അത് പഴയതുപോലെ സുഗമമായി നടക്കുന്നില്ല എന്ന് ചില പ്രോട്ടോക്കോളുകളും ഇതുമായി ബന്ധപ്പെട്ട ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. വലിയ വെല്ലുവിളികൾ ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം നേരിടുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തലിനുള്ള പ്രധാനപ്പെട്ട ഒരു കരാർ വ്യവസ്ഥയായി അമേരിക്ക കണ്ടത് ഹോർമുസ് തുറക്കുക എന്നുള്ളതായിരുന്നു. ഹോർമുസ് തുറക്കാത്തതിനെ തുടർന്ന് ലോകരാജ്യങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധി ചില്ലറയല്ല. ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഉപാധികളിൽ ഒന്ന് പ്രതിദിനം 15 കപ്പലുകളെ മാത്രമേ ഹോർമുസിലൂടെ കടന്നു പോകാൻ അനുവദിക്കൂ എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹോർമുസ് കടൽ നിയന്ത്രണത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് തങ്ങൾ കടക്കുകയാണ് എന്ന് ഇറാൻ പറയുന്ന പശ്ചാത്തലമുണ്ട്.
ഓരോ കപ്പലിലും കടക്കുന്നതിന് മുൻപ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ അനുമതി അത്യാവശ്യമാണ് എന്ന് വളരെ പ്രധാനപ്പെട്ട തീരുമാനമായി ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം സാമ്പത്തികമായ ചില നിബന്ധനകൾ കൂടി ഇറാൻ വെക്കുന്നുണ്ട് എന്നത് ഏറ്റവും നിർണായകമാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, തങ്ങളുടെ ആസ്തികൾ, അതായത് വിദേശ രാജ്യങ്ങളിൽ മരവിപ്പിക്കപ്പെട്ട തങ്ങളുടെ ആസ്തികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ വിട്ടു നൽകണം എന്ന ആവശ്യം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതൊരു പുതിയ നിബന്ധനയാണ്. മറ്റൊന്ന്, യുദ്ധം അവസാനിച്ചു എന്നത് അനുസരിച്ച് ഒരു പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ പാസ്സാക്കണം എന്നുള്ളതും ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയായി മുന്നോട്ട് വെക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രത്യേകം യോഗം ചേരണമെന്നും ഈ പ്രമേയം പാസ്സാക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. അങ്ങനെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ അതിതീവ്രതയോടുകൂടി തന്നെ ഇറാൻ രംഗത്ത് വരുന്നത് ചെറിയ സാഹചര്യമല്ല സൃഷ്ടിക്കപ്പെടുന്നത്. ഈ ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളൊക്കെ പ്രാബല്യത്തിലുണ്ട് എങ്കിൽ പോലും ഇത്തരം ഇറാന്റെ ഉപാധികൾ വളരെ പ്രധാനമാണ്. അജയ്, തീർച്ചയായിട്ടും ഇറാൻ ഒരിക്കലും ഒരു വിട്ടുവീഴ്ച ഈ ഹോർമുസിന്റെ കാര്യത്തിൽ പൂർണ്ണമായി സ്വീകരിച്ചിട്ടില്ല എന്ന് നമുക്ക് നിലവിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഈ കപ്പലുകൾക്ക് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഈ തീരുമാനമാണെങ്കിലും, അതുപോലെ കപ്പലുകളിൽ ടോൾ പിരിക്കാനുള്ള തീരുമാനമാണെങ്കിലും, അതെല്ലാം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങളാണ്. ഈ മേഖലയിലൂടെ മുൻപ് കടന്നുപോയിക്കൊണ്ടിരുന്ന കപ്പലുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു പ്രതിദിനം 130 കപ്പലുകൾ വെച്ചിട്ടാണ്. എന്നാൽ ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്നത് 15 കപ്പൽ. അപ്പോൾ ഇതിൽ നിന്നുള്ള വ്യത്യാസം തന്നെ നമുക്ക് മനസ്സിലാകും. അതിൻ്റെ പല മടങ്ങ് കുറവായിട്ടാണ് ഇപ്പോൾ കപ്പലുകൾ ഹോർമുസ് വഴി കടന്നു പോകുന്നത്. ഇത് ചില്ലറയൊന്നുമല്ല പല ലോകരാജ്യങ്ങളെയും, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളെ അടക്കം പ്രതിസന്ധിയിലാക്കുന്നത്. ഈ മേഖലയിലൂടെ ഈ ടോൾ പിരിവ് അതും ഇറാൻ നടത്തുന്നത് ഒരു ചെറിയ തുകയല്ല. ഒരു $20 ലക്ഷം വില വരുന്ന ഒരു തുകയാണ് ഇറാൻ കപ്പലുകളിൽ നിന്ന് പിരിക്കുന്നത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരം കൂടിയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇറാൻ തീർച്ചയായിട്ടും ചെയ്യുന്നത് ഒരു സമ്മർദ്ദ നീക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതായത് ഇപ്പോഴും മേഖലയിലെ നിയന്ത്രണം തങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഇത്തരത്തിൽ ഈ ചർച്ചകൾ നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ വേണമെങ്കിൽ പൂർണ്ണമായിട്ടും ഈ കപ്പലുകളെ തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു സമ്മർദ്ദ നീക്കത്തിലേക്ക് പോകാൻ തങ്ങൾക്ക് ആകും എന്ന ഒരു മുന്നറിയിപ്പാണ് ഇറാൻ ഇതിലൂടെ എല്ലാം നൽകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അമേരിക്കയും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അമേരിക്കയും ശക്തമായിട്ടുള്ള മറുപടികളാണ് ഇതിന് തിരിച്ചു നൽകുന്നത്. ട്രംപ് ഇപ്പോൾ കുറച്ചു മുൻപേ ഒരു ട്രൂ സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെ ടോൾ പിരിക്കാനുള്ള ഇറാന്റെ നിലപാട് അത് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഉടൻ തന്നെ ഇറാൻ നിർത്തണം എന്നതെല്ലാമാണ് ട്രംപ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശക്തമായിട്ടുള്ള പ്രതികരണം ഈ ടോൾ പിരിക്കുന്നതിനെതിരെ വരുന്നു. ഇറാൻ എന്നാൽ ഇപ്പോഴും ഇത്തരത്തിൽ ഈ ടോൾ പിരിക്കുന്ന ആ നടപടികൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനുള്ളിൽ സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം എന്നുള്ള നിലയിലാണ് ഇറാൻ ഈ പണം വിനിയോഗിക്കുന്നതെന്നാണ് നിലവിലുള്ള വിവരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.